കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള സ്വകാര്യ ബസ്സിലെ യാത്ര. ബസ്സിൽ 20ഓളം പേരുണ്ട്. ബസ് ആടി ഉലഞ്ഞ് പോകുന്നത് കണ്ട യാത്രക്കാർക്ക് ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സംശയം. പോലീസിനെ അറിയിച്ച് പരിശോധന നടത്തണമെന്ന് പറഞ്ഞതോടെ വാഹനത്തിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം വണ്ടി ഇടിപ്പിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഡ്രൈവറുടെ ഭീഷണി. അതോടെ 5 കിലോമീറ്ററോളം വാഹനത്തിൽ ഭീതിയോടെ യാത്ര. രാത്രി 11 മണിയായപ്പോൾ വാഹനത്തിലുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ ഡ്രൈവർ ഇറങ്ങി ഓടി. പിന്നീട് 1 മണിക്ക് ശേഷം ഇതേ ട്രാവൽസ് തന്നെ ഏർപ്പെടുത്തിയ മറ്റൊരു ഡ്രൈവർ എത്തിയ ശേഷമാണ് യാത്ര തുടരാനായത്. സംഭവത്തിൽ ട്രാവൽസിനെതിരെയും ഡ്രൈവർക്കെതിരെയും നടപടി സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. അസ്വാഭാവികമായ ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അഹമ്മദ് സനോബറാണ് വീഡിയോ പകർത്തിയത്. ക്ലീനർ പൂർണ്ണമായും മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഡ്രൈവറും നന്നായി മദ്യപിച്ചിരുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബഹളം കെട്ടെത്തിയ മറ്റു യാത്രക്കാരും ഡ്രൈവർ മദ്യലഹരിയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ബഹളമുണ്ടാക്കി. പോലീസിനെ അറിയിച്ച് പരിശോധന നടത്താമെന്ന് പറഞ്ഞതോടെ വാഹനത്തിന്റെ ലൈറ്റ് മൊത്തം അടച്ച ശേഷം വണ്ടി ഇടിപ്പിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞ് അപകടകരമായ രീതിയിൽ ഡ്രൈവർ ബസ് ഓടിക്കാൻ തുടങ്ങി. ഇതോടെ അടുത്ത ടോൾ ഗേറ്റ് എത്തുമ്പോൾ വാഹനം നിർത്തിയ ശേഷം ഇടപെടാമെന്ന് തീരുമാനിച്ച് യാത്രക്കാർ പിന്മാറി. ടോൾ ഗേറ്റിലെത്തിയപ്പോൾ ബാക്കിയുണ്ടായിരുന്ന അരക്കുപ്പിയോളം മദ്യവുമായി ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. രാത്രി 11 മണിയോടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. പിന്നീട് 1 മണിക്ക് ശേഷം ഇതേ ട്രാവൽസ് ഏർപ്പെടുത്തിയ മറ്റൊരു ഡ്രൈവർ എത്തിയ ശേഷമാണ് ബസ് യാത്ര തുടർന്നത്. കുടുംബങ്ങൾ ഉൾപ്പെടെ 20ഓളം പേർ ഈ സമയം ബസ്സിലുണ്ടായിരുന്നു. മുന്നോട്ട് പോകണ്ട, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് പുള്ളി കുറച്ച് അഗ്രസീവായി. എന്നിട്ട് പറഞ്ഞത് എന്തായിരുന്നു, ഇത് ഞാൻ വണ്ടി ക്രാഷ് ചെയ്യാൻ പോവാണ്, ഇത്രയും ഇനി ആരും രക്ഷപ്പെടണ്ട, ഞാൻ വണ്ടി താഴെക്കിടാൻ പോകുന്നുണ്ട്. വണ്ടി സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ച് ഫുള്ള് കൺട്രോൾ അങ്ങോട്ട് പോയി. അങ്ങനെ പോയപ്പോൾ എല്ലാവരും പാനിക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉള്ളിലേക്ക് പോവാം, നമ്മളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഇനിയും ഇതേപോലെ എന്തെങ്കിലും കാണിക്കും, നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കയറി പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആഷിഖ് എന്നൊരു പാസഞ്ചറും കൂടെ ഫസ്റ്റ് ടോൾ ഗേറ്റ് മൈസൂരിൽ നിന്നും വിട്ടതിൻ്റെ ശേഷമുള്ള അവിടെ എത്തിയപ്പം ഈ പുള്ളിനെ ചാടി കയറി പിടിച്ച് വണ്ടി സ്ലോ ഡൗൺ വണ്ടി അവിടുന്ന് ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്യിപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഹാഫ് ബോട്ടിൽ ലിക്കർ ഉണ്ടായിരുന്നു സീറ്റിനടിയിൽ, അതും എടുത്തിട്ട് പുള്ളി ഇറങ്ങി ഓടി. യാത്രക്കാർ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടും ബസ്സുടമ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പരാതിയുണ്ട്. തൊട്ടടുത്ത ദിവസവും ഇതേ ഡ്രൈവറെ കൊണ്ട് തന്നെ ബസ് ഓടിപ്പിച്ചതായാണ് വിവരം. സംഭവത്തിൽ ട്രാവൽസിനെതിരെയും ബസ് ഡ്രൈവർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്.